4 വയസ്സിൽ പോളിയോ ബാധിച്ച് അരയ്ക്കു താഴെ തളർന്നുപോയെങ്കിലും കഠിനാധ്വാനത്തിലൂടെ ജീവിതം തിരികെ പിടിക്കുകയാണ് കീരമ്പാറ സ്വദേശി തോമസ് മാത്യു. പെരിയാർ നദിയിൽ മീൻപിടുത്തമാണ് തോമസിന്റെ പ്രധാന വരുമാന മാർഗം. നല്ലൊരു കലാകാരനും കർഷകനും കൂടിയായ ഈ ചെറുപ്പക്കാരൻ എല്ലാവർക്കും മാതൃകയാണ്. തട്ടേക്കാട് പെരിയാറിന്റെ തീരത്ത് ജീവിതത്തോട് പടപൊരുതുകയാണ് കീരമ്പാറ സ്വദേശി തോമസ് മാത്യു. 4 വയസ്സിൽ പോളിയോ വന്ന അരയ്ക്ക് താഴെ തളർന്നുപോയെങ്കിലും കൈക്കരുത്തിൽ ജീവിതം കരുപിടിപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഈ ചെറുപ്പക്കാരൻ. തന്റെ മുച്ചക്ര വാഹനത്തിൽ ദിവസവും രാവിലെയും വൈകിട്ടും പെരിയാർ നദീതീരത്തേക്ക് എത്തുന്ന തോമസ് ചില ദിവസങ്ങളിൽ വള്ളം നിറയെ മീനുമായാണ് മടങ്ങുന്നത്. ഒന്നും കിട്ടാത്ത ദിവസങ്ങളുമുണ്ട്. തട്ടേക്കാട് പാലത്തിന് താഴെയാണ് പ്രധാനമായും മീൻപിടുത്തം. കൈകളുടെ കരുത്തിൽ നിരങ്ങി നീങ്ങി തോമസ് വള്ളത്തിലേക്ക് കയറും. വള്ളം തുഴഞ്ഞ് നദിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഉടക്കുവല സ്ഥാപിക്കും. ചില സമയങ്ങളിൽ വീശുവലയും ചൂണ്ടയും ഒക്കെ ഉപയോഗിക്കും. മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കുന്ന കലാകാരനും നല്ലൊരു കർഷകനും കൂടിയാണ് തോമസ്. ശാരീരിക പരിമിതികളെ ജീവിതത്തിലെ ഓരോ വെല്ലുവിളികളായാണ് കാണുന്നതെന്നും എന്തു ജോലി ചെയ്യാനും തയ്യാറാണെന്നും തോമസ് പറഞ്ഞു. ശാരീരികമായിട്ട് വൈകല്യമുണ്ടായിട്ട് ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ ഓരോ വെല്ലുവിളികളാണ്. നമ്മൾ ധൈര്യം സംഭരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണ്. നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത്യാവശ്യം ഇന്ന പണിയുന്നില്ല, അത്യാവശ്യം ജീവിതത്തിൽ എല്ലാത്തര പണികളും നിലവിൽ ചെയ്തിട്ടുണ്ട്. കോട്ടയം ടോണിച്ചായൻ സ്പോൺസർ ചെയ്തതാണ് വള്ളമലയൊക്കെ, അങ്ങനെ കിട്ടിയിരിക്കുന്നതാണ്. കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്ന തോമസ് ചെറുപ്പക്കാർക്ക് മാതൃകയാണെന്ന് പൊതുപ്രവർത്തകനായ രാജു ചൂണ്ടിക്കാട്ടി. നമുക്കൊരു സാധാരണ ആരോഗ്യമുള്ള പൂർണ്ണ ആരോഗ്യമുള്ള നല്ല ചെറുപ്പക്കാർക്ക് സാധിക്കാത്തൊരു കാര്യമാണ് എന്താ ചെയ്യുന്നത്. ഇത് നമ്മുടെ ചെറുപ്പക്കാർ മാതൃകയാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ വെളിയിൽച്ചാലിൽ സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ല. വീട് ഇപ്പോൾ അദ്ദേഹം വാടകയ്ക്കാണ് താമസിക്കുന്നത്. ആത്മവിശ്വാസത്തിന്റെ മറ്റൊരു പേരാണ് തോമസ് മാത്യു. ശാരീരിക പരിമിതികൾക്ക് ജീവിതത്തെ തടയാനാകില്ലെന്ന് തെളിയിക്കുന്ന ശക്തമായ ഉദാഹരണമാണ് ഇദ്ദേഹം. അമൃത ന്യൂസ്, കൊച്ചി.